അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതെ, ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല. പക്ഷെ ദിയയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു. ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ്. നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് വണ്ണാവും, നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതോ ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ ഞാൻ കൊല്ലും, ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. അത് അതിന് മുന്നത്തെ വീഡിയോ കാണാത്തോണ്ടാണ്. അത് തന്നെയാണ് പറഞ്ഞത്. അവര് ഞങ്ങളെ കൊണ്ടുപോയി കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ അയാൾ പോലീസാണെന്ന് അറിയില്ല. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ